150 വർഷം ജീവിച്ചിരിക്കാനുള്ള വഴി കണ്ടെത്താൻ പാടുപെടുന്ന ഒരു ഭരണാധികാരി. തന്റെ ആരോഗ്യ വിവരങ്ങൾ ആർക്കും ലഭിക്കാതിരിക്കാൻ വിദേശ രാജ്യങ്ങളിൽ യാത്ര പോകുമ്പോൾ വിസർജ്യം സൂക്ഷിക്കാനുള്ള സ്യൂട്ട്കേസ് കൂടെ കൊണ്ടുപോകാറുണ്ടത്രേ. വിസർജ്യത്തിൽ നിന്ന് തന്റെ ആരോഗ്യാവസ്ഥ കണ്ടുപിടിക്കാതിരിക്കാനാണെന്നാണ് പറയപ്പെടുന്നത്. പലപ്പോഴും ബോഡി ഡബിൾ ഉപയോഗിച്ചുവെന്ന ചീത്തപ്പേരും അദ്ദേഹത്തിന് കേൾക്കേണ്ടി വന്നിട്ടുണ്ട്. ഏകാധിപത്യ പ്രവണതയുള്ള ഭരണകർത്താക്കൾ ഭീരുക്കളായിരിക്കുമെന്ന് പറയാറുണ്ട്. ഭരണത്തിൽ നിന്ന് പുറത്തു പോകേണ്ടി വരുമോ, മരിക്കുമോ എന്നൊക്കെ ആശങ്കപ്പെട്ടുകൊണ്ടേയിരിക്കും. അതിനായി അവർ വിചിത്രമെന്ന് തോന്നുന്ന മറ്റ് പല കാര്യങ്ങളും ചെയ്തെന്നിരിക്കും. റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ, അദ്ദേഹത്തെക്കുറിച്ചാണ് ഇത്രയും നേരം പറഞ്ഞത്. ശത്രു രാജ്യങ്ങളുടെ ആക്രമണങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ അദ്ദേഹം സ്വീകരിച്ചിരിക്കുന്ന ഒരു കൗതുകകരമായ രീതിയെക്കുറിച്ചാണ് ഇന്നത്തെ ഇൻഡെപ്തിൽ സംസാരിക്കുന്നത്. സ്വാഗതം. റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിന്റെ രീതികൾ പലപ്പോഴും വിചിത്രവും കൗതുകകരവുമാണ്. ലൊക്കേഷൻ, ആരോഗ്യ വിവരങ്ങളൊക്കെ മറ്റുള്ളവരിൽ നിന്ന് മറച്ചു പിടിക്കാൻ പലതരം വിദ്യകളും പുടിനും അദ്ദേഹത്തിന്റെ സുരക്ഷാ സേനയും പയറ്റാറുണ്ട്. അതിലൊന്നിന്റെ വിവരമാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ പുറത്തു വന്നത്. പുടിൻ ഏത് ഓഫീസിലാണെന്ന് തിരിച്ചറിയാതിരിക്കാൻ ഒരേപോലെയുള്ള 3 ഓഫീസുകളാണ് അദ്ദേഹം പണി കഴിപ്പിച്ചിരിക്കുന്നത് എന്നാണ് റിപ്പോർട്ട്. TV ഇന്റർവ്യൂ ആയാലും വീഡിയോ കോൺഫറൻസ് ആയാലും പുടിൻ എവിടെയുള്ള ഏത് ഓഫീസിലാണെന്ന് തിരിച്ചറിയാൻ സാധിക്കില്ല. അത്ര വിദഗ്ധമായാണ് ഈ 3 ഓഫീസുകളുടെയും നിർമ്മാണം എന്നാണ് കണ്ടെത്തൽ. അമേരിക്കൻ സർക്കാർ ഫണ്ട് ചെയ്യുന്ന രാജ്യാന്തര ബ്രോഡ്കാസ്റ്റിംഗ് കമ്പനിയായ റേഡിയോ ഫ്രീ യൂറോപ്പ്, റേഡിയോ ലിബർട്ടിയാണ് ഈ റിപ്പോർട്ട് പുറത്തു കൊണ്ടുവന്നത്. അതുപ്രകാരം നോവോ ഒഗാരിയോവിലെ വസതിക്ക് പുറമെ സോച്ചി മേഖലയിൽ ബ്ലാക്ക് സീ തീരത്തിന് സമീപമൊന്നും മോസ്കോയ്ക്കും സെയിന്റ് പീറ്റേഴ്സിനും മധ്യത്തിലായി വനത്താൽ ചുറ്റപ്പെട്ട വാൾഡായി എന്ന മറ്റൊരു ഓഫീസും പുടിനുണ്ട്. 3 ഓഫീസുകളിലും ഒരേ നിറത്തിലുള്ള ഇന്റീരിയർ, ഒരേ ഫർണിച്ചർ, അങ്ങനെ ഓരോന്നും സമാനമാണ്. ഓഫീസ് ഏതാണെന്ന് തിരിച്ചറിയുക അസാധ്യമാക്കുകയാണ് ഇതിലൂടെ റഷ്യൻ സുരക്ഷാ സേന ലക്ഷ്യമിടുന്നത്. യുക്രൈൻ യുദ്ധത്തിന് ശേഷം നേരത്തെ പറഞ്ഞ വനത്താൽ ചുറ്റപ്പെട്ട ഓഫീസിലാണ് പുടിൻ കൂടുതൽ സമയം ചെലവഴിച്ചിട്ടുള്ളത് എന്നാണ് റിപ്പോർട്ട് സൂചിപ്പിക്കുന്നത്. റഷ്യയുടെ ഔദ്യോഗിക ചാനൽ പുറത്തുവിട്ട 700-ലധികം വീഡിയോകൾ, ചോർത്തിയ രേഖകൾ എന്നിവയെല്ലാം അടിസ്ഥാനപ്പെടുത്തിയാണ് ഇക്കാര്യം കണ്ടെത്തിയിരിക്കുന്നത്. റൂമിന്റെ താപനില നിയന്ത്രിക്കുന്ന തെർമോസ്റ്റാറ്റിന്റെ ഡിസൈനുകൾ, ഡോർ ഹാൻഡിലിന്റെ സ്ഥാനം, ചുമരിലെ സൂക്ഷ്മമായ പാറ്റേണുകൾ എന്നിവയെല്ലാം അതിസൂക്ഷ്മമായി നിരീക്ഷിച്ചാണ് US പിന്തുണയുള്ള മാധ്യമ സ്ഥാപനം 3 ഓഫീസിന്റെ കാര്യം സ്ഥിരീകരിച്ചിരിക്കുന്നത്. 2015-ലാണ് നോവോ ഒഗാരിയോവിലെ ഓഫീസ് പൂർത്തിയാകുന്നത്. 2018-ൽ വാൾഡായിയും 2 വർഷങ്ങൾക്ക് ശേഷം സോച്ചി ഓഫീസിന്റെയും നിർമ്മാണം പൂർത്തിയായി എന്നാണ് അനുമാനം. ഈ വർഷം നോവോ ഒഗാരിയോവിൽ ചിത്രീകരിച്ചതായി പറയപ്പെടുന്ന മിക്കവാറും എല്ലാ മീറ്റിംഗുകളും യഥാർത്ഥത്തിൽ വാൾഡായിൽ റെക്കോർഡ് ചെയ്തതാണെന്നും റിപ്പോർട്ടിൽ ആരോപിക്കുന്നുണ്ട്. പുടിന്റെ ജീവിത പങ്കാളി അലീന കബേവയും അവരുടെ 2 ആൺമക്കളും ഇവിടെയുള്ള റിസോർട്ടിലാണ് താമസിക്കുന്നത്. പുടിന് ഡ്യൂപ്ലിക്കേറ്റ് ഓഫീസുകൾ ഉണ്ടെന്ന് മുൻപും കിംവദന്തികൾ പ്രചരിച്ചിരുന്നു. എന്നാൽ കൃത്യമായ സ്ഥലങ്ങൾ ഒരു അന്വേഷണത്തിലൂടെ കണ്ടെത്തുന്നത് ഇതാദ്യമാണ്. റഷ്യയുടെ ഔദ്യോഗിക ചാനലിൽ ജോലി നോക്കുന്ന മാധ്യമപ്രവർത്തകരിൽ നിന്ന് ചോർന്ന ഇമെയിലുകൾ, അവരുടെ യാത്രാ വിവരങ്ങൾ, പുടിന്റെ കമ്മ്യൂണിക്കേഷൻ സുരക്ഷാ ടീമിന്റെ യാത്രാരേഖകൾ എന്നിവയും കണ്ടെത്തൽ സ്ഥിരീകരിക്കാൻ രാജ്യാന്തര മാധ്യമ സംഘം ഉപയോഗിച്ചിട്ടുണ്ടെന്നാണ് അവർ അവകാശപ്പെടുന്നത്.